ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ട്രിപ്പിൾ ഫൈവ് ഏഞ്ചൽ ടാരോട്ട് കാർഡ് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ 1 മണിക്ക് അപ്ലോഡ് ചെയ്യുന്നതിന് പകരം നമ്മളിപ്പോൾ നീട്ടി 1:30 പോകുന്നുണ്ട്. എൻ്റെ ടൈം കൺസ്യൂമിങ് കുറച്ച് പ്രശ്നമായതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇപ്പം അങ്ങനെയാണ്, കുറച്ച് തിരക്കിലായതുകൊണ്ടാണ് അങ്ങനെയൊക്കെ ഒരു സമയം ചെറുതായിട്ടൊക്കെ തെറ്റിപ്പോകുന്നത്. 11 മണിയിലത്തെ നമ്മുടെ ഡിലൈറ്റ്ഫുള്ളിൻ്റെ റീഡിങ്ങും ഇപ്പോൾ അങ്ങനെ ഇടാറില്ല. അപ്പോൾ അതൊക്കെ പതിയെ പഴയതുപോലെ വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. റീഡിംഗ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സോ പേഴ്സണൽ റീഡിങ്ങിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി. റീഡിംഗ് കിട്ടാത്ത ആൾക്കാരെ വിഷമിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പം നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം. ഈ വ്യക്തി നിങ്ങളുമായി തുറന്നുള്ള ഒരു സംസാരത്തിന് വേണ്ടി താല്പര്യപ്പെടുകയാണ്. ഇത് നിങ്ങളുടെ കണ്ണുനീരിൻ്റെ വിജയമാണ്. ഈ ഒരു റീഡിംഗ് ആണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം വാട്ട് വിൽ ബി ദ ഫസ്റ്റ് എനർജി, അല്ലെങ്കിൽ എന്താണ് ഈ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നത് ഈ റിലേഷൻഷിപ്പിനെ കുറിച്ചും. ദ മോത്ത് ആൻഡ് യൂക്കാലിപ്റ്റസ് ആൻഡ് എൻഡിങ് എനർജിയാണ്. ഇതൊരു ഡെത്ത് കാർഡായിട്ട് നമുക്ക് കൂട്ടാം. ഇതൊരു അവസാനമാണ്. അവസാനം എന്ന് പറയുന്നത് എന്തിൻ്റെയൊക്കെയോ തുടക്കം കൂടിയാണ്. മോശപ്പെട്ട എന്തിൻ്റെയൊക്കെയോ കാര്യത്തിൻ്റെ അവസാനവും നല്ല കാര്യങ്ങളുടെ തുടക്കത്തെയുമാണ് സൂചിപ്പിക്കുന്നത്. സോ വി ക്യാൻ സേ ഇത് നല്ലൊരു തുടക്കത്തിന് വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പുകളിലൂടെയാണ് ഈ പേഴ്സൺ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. വേണ്ടാത്ത ഒരു കാര്യം ഈ പേഴ്സന്റെ ലൈഫിൽ നിന്നും ഈ പേഴ്സൺ തുടച്ചു നീക്കി എന്നുള്ളതാണ് കാണിക്കുന്നത്. നിങ്ങൾക്കും നിങ്ങളുമായിട്ടുള്ള ഈ ഒരു റിലേഷൻഷിപ്പിനെയും അതുപോലെ ഈ പേഴ്സണെയും മോശപ്പെടുത്തുന്ന അല്ലെങ്കിൽ നെഗറ്റീവായിട്ട് കൊണ്ടുവരുന്ന എനർജി എന്താണോ അതിനെ പൂർണ്ണമായിട്ടും പുറന്തള്ളാനാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു എനർജിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. കാരണം മോശപ്പെട്ട കാര്യങ്ങളൊന്നും തന്നെ നമ്മുടെ ലൈഫിൽ വേണ്ട. ഓക്കെ, മോശപ്പെട്ട കാര്യങ്ങൾ ഒന്നും തന്നെ നമ്മുടെ ലൈഫിൽ വേണ്ട എന്നും നല്ലതിനെ ചേർത്ത് പിടിക്കാനും മോശപ്പെട്ട കാര്യങ്ങൾ അവസാനിപ്പിക്കുവാനുമാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് ഹൃദയവേദന ഈ പേഴ്സൺ അനുഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് കാണിക്കുന്നു. ഒരുപാട് തീരുമാനമെടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലോട്ടൊക്കെ ഈ പേഴ്സൺ പോയിട്ടുണ്ട്. പക്ഷെ എന്തായാലും ഈ പേഴ്സൺ നിങ്ങളെയാണ് ഈ സാഹചര്യത്തിലൂടെ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയിട്ടുള്ളത്. അതായത് പല രീതിയിലും ഈ പേഴ്സൺ പോയിട്ടുണ്ട്. പലവരുടെയും അഭിപ്രായങ്ങൾ കേട്ടിട്ടുണ്ട്. പല സാഹചര്യത്തിലേക്കും പോയിട്ടുണ്ട്. പക്ഷെ നിങ്ങളെ മനസ്സിലാക്കാൻ ഈ പേഴ്സൺ ഒരിക്കലും തയ്യാറായിരുന്നില്ല എന്നാണ് കാണിക്കുന്നത്. എന്നാൽ ഇപ്പോൾ ഈ വ്യക്തി ചെയ്യാത്തതുമായിട്ടുള്ള ചില കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. നിങ്ങളെ ഇത്രയും കാലം മനസ്സിലാക്കാൻ തയ്യാറായിരുന്നില്ലെങ്കിൽ ഉറപ്പായിട്ടും ഈ പേഴ്സൺ അതിന് വേണ്ടിയിട്ട് തയ്യാറായിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത്. അതുകൊണ്ട് ഈ പേഴ്സണ് പറ്റാത്ത ഒരു ജോലി ആയിരിക്കാം, പറ്റാത്ത എന്തെങ്കിലും സാഹചര്യങ്ങളായിരിക്കാം, പറ്റാത്ത വ്യക്തികളായിരിക്കാം, എന്താണോ പറ്റാതെ ഇരിക്കുന്നത് ആ ഒരു എനർജി വേണ്ടാന്ന് വെക്കാൻ ഈ വ്യക്തി ഇപ്പോൾ തയ്യാറാണ്. ഓക്കെ, അത് ചിലപ്പോൾ നിങ്ങൾ ഒരുപാട് ഈ പേഴ്സണെ നിർബന്ധിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഈ പേഴ്സന്റെ കരഞ്ഞ് കാല് പിടിച്ചിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം. അപ്പോൾ അത് ഉറപ്പായിട്ടും ഈ പേഴ്സൺ കളയാൻ തയ്യാറായിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത്. ഇത് നിങ്ങളുടെ വിജയമാണ്. കാരണം നിങ്ങൾ ആഗ്രഹിച്ച എന്തോ ഒരു കാര്യമാണ് ഈ പേഴ്സൺ വേണ്ടാന്ന് വെക്കുന്നത്. ഡെത്ത് കാർഡാണ് കിട്ടിയിട്ടുള്ളത് ഫസ്റ്റിന്. അതായത് അനാവശ്യമായിട്ട് എന്തോ ഒരു കാര്യം വേണ്ടാന്ന് വെക്കുന്നു. നല്ല കാര്യങ്ങളുടെ തുടക്കവുമായിട്ടാണ് കാണിക്കുന്നത്. ഫസ്റ്റ് തന്നെ ഒരു ഗുഡ് ന്യൂസ് ആണ്. ആൻഡ് ഓൾസോ ദ 5 ഓഫ് സ്ക്രോൾസ് ഡൈവേഴ്സിറ്റി ആണ്. ആൻഡ് ദിസ് കാർഡ് ഇസ് റിവേഴ്സ് ആണ്. ഈ പേഴ്സണെ എപ്പോഴും നിങ്ങളുടെ കാര്യത്തിലും അതുപോലെ ഈ പേഴ്സന്റെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിലും കൺഫ്യൂഷൻ ചെയ്യിപ്പിക്കുന്ന രീതിയിലുള്ള ഒരുപാട് കാര്യങ്ങൾ വന്നിട്ടുണ്ട് എന്ന് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ പോലും ഈ പേഴ്സണ് വേറെയും പ്രപ്പോസൽസ്, അത് കല്യാണാലോചന ആയിട്ടായിരിക്കാം അല്ലെങ്കിൽ റൊമാൻറ്റിക് പ്രപ്പോസൽസ് ആയിട്ടായിരിക്കാം വന്നിട്ടുള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. അത് കൂടെ വർക്ക് ചെയ്യുന്നവരോ പഠിക്കുന്നവരോ ഒക്കെ ആയിരിക്കാം. അപ്പോൾ ഈ പേഴ്സണ് ഒരുപാട് കാര്യങ്ങൾ ഈ പേഴ്സണിലേക്ക് ഇട്ട് കൊടുത്തോണ്ടിരിക്കുകയാണ്. അതൊരു ചീത്ത സമയം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇപ്പൊ നിങ്ങളെ തെറ്റിദ്ധരിക്കുന്ന സാഹചര്യങ്ങൾ, മറ്റുള്ളവരെ ശത്രുക്കളെ നല്ലതാക്കുന്ന രീതിയിലുള്ള സാഹചര്യങ്ങൾ മനസ്സിലായി. അപ്പൊ ആക്ച്വലി നിങ്ങൾ സത്യമായിട്ടുള്ള ആൾക്കാരാണ്.
ശത്രുക്കളാണ് യഥാർത്ഥ ശത്രുക്കൾ, അവരാണ് നെഗറ്റീവായിട്ടുള്ള ആൾക്കാർ. പക്ഷെ നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള സാഹചര്യങ്ങളും ശത്രുക്കൾ നല്ലവരാണ് എന്ന് ചിന്തിപ്പിക്കുന്ന അല്ലെങ്കിൽ മനസ്സിലാക്കിപ്പിക്കുന്ന രീതിയിലുള്ള സാഹചര്യങ്ങളും വന്നു ചേർന്നതായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം കൺഫ്യൂഷനിലേക്ക് പോയി, ഒരു ഹെസിറ്റേഷൻ മൈൻഡിലേക്കാണ് ഈ പേഴ്സൺ പോയത്. സ്തംഭിച്ചു നിൽക്കുന്ന അവസ്ഥ, എന്ത് ചെയ്യണം, ആരാണ് ശരി, ആരാണ് തെറ്റ്, ആരെ വിശ്വസിക്കാൻ പറ്റും, ആരെ നിരസിക്കാം എന്നിങ്ങനെയുള്ള ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു സ്റ്റക്നെസ് ആയിട്ടുള്ള സിറ്റുവേഷനിലൂടെയാണ് ഈ വ്യക്തി കടന്നു പോയത്. ഇപ്പൊ നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ശത്രുക്കൾ എന്തെങ്കിലും പണി ഒപ്പിച്ചിട്ടുണ്ടാകാം. അപ്പോൾ അത് കൂടുതൽ സത്യമാണ് എന്ന് ഊട്ടിയുറപ്പിക്കുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു സാഹചര്യവും അതിന്റെ പിന്നാലെ വന്നിട്ടുണ്ടാകാം. അപ്പോൾ ആ ഒരു സാഹചര്യം കാണുമ്പോൾ ഈ വ്യക്തി എന്താണ് വിചാരിക്കുന്നത്? ഓക്കെ, അത് സത്യമാണ്, ഓക്കെ നിങ്ങൾ തെറ്റാണ്, നിങ്ങൾക്ക് വേറെ അഫെയർ ഉണ്ട്, അല്ലെങ്കിൽ ഈ റീഡിംഗ് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും കള്ളന്മാരാണ് അല്ലെങ്കിൽ തെറ്റായ ആൾക്കാരാണ് എന്ന് ബോധിപ്പിക്കുന്ന രീതിയിലുള്ള ചില സാഹചര്യങ്ങൾ. ആ ഒരു സമയത്ത് വേണമെങ്കിൽ നിങ്ങളുടെ സമയം ശരിയായിരിക്കില്ല, നിങ്ങളുടെ സമയം തെറ്റായിരിക്കാം, നിങ്ങൾക്ക് ചീത്ത സമയമായിരിക്കാം. എന്തുകൊണ്ടോ നിങ്ങളെ കൂടുതൽ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള സാഹചര്യങ്ങളാണ് ഈ വ്യക്തിക്ക് മുന്നിലേക്ക് വന്നുകൊണ്ടിരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഈ പേഴ്സൺ പല സാഹചര്യങ്ങളിലും നിങ്ങളെ മാറ്റി നിർത്തിയിട്ടുള്ളത്. കാരണം നിങ്ങളെ വിശ്വസിക്കാൻ ഈ വ്യക്തിക്ക് വളരെയധികം ബുദ്ധിമുട്ട് വന്നു. കാരണം ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലുള്ള ഒരു ഇൻസിഡൻസ് ആണ് ഏറ്റവും കൂടുതൽ ഉണ്ടായിട്ടുള്ളത്. പക്ഷെ ഈ പേഴ്സൺ വിചാരിച്ചിരുന്നില്ല ഈ പേഴ്സണെ ട്രാപ്പ് ചെയ്യുകയാണ് എന്നുള്ളത്. അതായത് ശത്രുക്കള് ഈ പേഴ്സണെ കുരുക്കിലാക്കുകയാണ് എന്നുള്ളത് ഈ പേഴ്സൺ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല എന്നാണ് കാണിക്കുന്നത്. പക്ഷെ ഇപ്പോ ഈ വ്യക്തി അതെല്ലാം തിരിച്ചറിയുന്നു. പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഫോക്കസിങ് എനർജിയിലേക്കാണ് ഈ പേഴ്സൺ വരുന്നത്. അത് ഫോക്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളിലേക്കാണ്. അപ്പോൾ നിങ്ങളിലേക്ക് മാത്രം വന്നുകൊണ്ടിരുന്ന പേഴ്സൺ ആയിരുന്നു ഈ വ്യക്തി. പക്ഷെ ആ ഒരു ഫോക്കസ് തെറ്റിച്ചുകൊണ്ട് ആ ഒരു നിങ്ങളുടെ അടുത്തേക്ക് മാത്രം വന്നുകൊണ്ടിരുന്ന ഈ പേഴ്സണെ വേറെ പല വഴികളിലേക്കും കൊണ്ടുവിട്ടിട്ടുള്ള ശത്രുക്കളുണ്ട്. അതിൽ നിങ്ങൾ ഒരുപാട് വേദനിച്ചിട്ടുണ്ട്. അപ്പൊ ആ വേദന മനസ്സിലാക്കിക്കൊണ്ട് അതിനെ മാനിച്ചുകൊണ്ടാണ് ഈ പേഴ്സൺ ഇനി നിങ്ങളുടെ അടുത്തേക്ക് ഫോക്കസ് ആകാൻ വരുന്നത്. ദ ബോബ് കാറ്റ് ആൻഡ് ബ്ലാക്ക് ടോൺ പേഷ്യൻസിനെയാണ് കാണിക്കുന്നത്. കാരണം ഇതൊരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ജേണിയാണ്. പലവർക്കും ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ജേണിയാണ്. മറ്റുള്ളവർ ചെയ്യുന്നത് പോലെ പ്രണയിക്കുന്നു, ഒന്നിച്ചാകുന്നു, കല്യാണം കഴിക്കുന്നു, കുട്ടികളാകുന്നു, ജീവിക്കുന്നു. അങ്ങനെ ഒരു ഈസിയസ്റ്റ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിട്ട് കാണിക്കുന്നില്ല. പലവർക്കും ഇതൊരു ഡിഫിക്കൽട്ട് ജേണിയാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും ഈ റിലേഷൻഷിപ്പിനെ കാത്തു സൂക്ഷിക്കാനാണ് യൂണിവേഴ്സ് പറയുന്നത്. ഓക്കെ, അതായത് മറ്റാരോടും നിങ്ങൾക്കും ഈ പേഴ്സണും ഇടയിലുള്ള സീക്രറ്റുകൾ, അതായത് രഹസ്യമായിട്ടുള്ള കാര്യങ്ങൾ, അതൊന്നും നിങ്ങൾ ആരുമായിട്ട് ഷെയർ ചെയ്യരുത്. നിങ്ങൾ എടുക്കാൻ പോകുന്ന തീരുമാനം, നിങ്ങൾക്ക് ഈ പേഴ്സണെ കുറിച്ചുള്ള അഭിപ്രായം, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നടക്കുന്ന കാര്യങ്ങൾ, അതൊന്നും തന്നെ നിങ്ങൾ മറ്റുള്ളവരായിട്ട്, നിങ്ങൾക്ക് അത്രയും വിശ്വാസമുള്ളവരോട് മാത്രം പറയാം. ബിക്കോസ് ഒരു നിധി കാക്കുന്ന ഭൂതത്തെ പോലെ നിൽക്കാനാണ് യൂണിവേഴ്സ് പറയുന്നത്. പേഷ്യൻസ് ആണ്, ക്ഷമയും വേണം. ചിലവര് ട്വിൻ ഫ്ലെയിം ജേണിയിലായിരിക്കാം, ചിലവര് കാർമിക് കണക്ഷൻ ആയിരിക്കാം. അപ്പൊ മോശപ്പെട്ട കർമ്മങ്ങൾ മാറിക്കഴിഞ്ഞതിന് ശേഷം മാത്രമേ നല്ല കർമ്മങ്ങൾ വരത്തുള്ളൂ. അപ്പൊ അതിന് ടൈം എടുക്കും. ചിലവർ സോൾമേറ്റ് കണക്ഷൻ ആയിരിക്കാം, ചിലവർ സ്പിരിച്വാലിറ്റിയും ഭൗതികമായിട്ടുള്ള ജീവിതവുമായിട്ട് ഫൈറ്റിംഗ് ആയിരിക്കാം. അതായത് നിങ്ങളുടെ പേഴ്സൺ ചിലപ്പോൾ ഇപ്പോൾ ജീവിക്കുന്ന രീതിയിൽ പോകുന്ന വ്യക്തിയായിരിക്കാം, പക്ഷെ നിങ്ങളാണെങ്കിൽ ടോട്ടലി സ്പിരിച്വൽ ആയിട്ടുള്ള ആളായിരിക്കാം. അപ്പൊ രണ്ടും കൂടി ചേരൂല. ഇറ്റ്സ് വിൽ ടേക്ക് ടൈം. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് ഇതിനെ കാത്തു സൂക്ഷിക്കാനാണ് യൂണിവേഴ്സ് പറയുന്നത്. നമുക്ക് നെക്സ്റ്റ് എനർജി നോക്കാം. അടുത്ത ഒരു 2 ആഴ്ചക്കുള്ളിൽ നിങ്ങൾക്ക് എന്ത് പ്രതീക്ഷിക്കാം? ഇതൊരു റീകൺസിലേഷൻ എനർജിയാണ് കാണിക്കുന്നത്. കാരണം ഒരുപാട് കൺഫ്യൂഷൻസിന് ശേഷം, ഒരുപാട് കലാപത്തിന് ശേഷം ഒരു സമാധാനപരമായിട്ടുള്ള പരിഹാരം എന്നുള്ള രീതിയിലാണ് ഈ ഒരു റീകൺസിലിയേഷൻ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത്. അപ്പൊ ഇത് നമുക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല. പലവർക്കും ഇതൊരു റിയൂണിയൻ ആണ്, റീകൺസിലിയേഷൻ ആണ്. ഇത് വളരെ പോസിറ്റീവായിട്ട് നിങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഏറ്റെടുക്കുക. ആൻഡ് ഓൾസോ ഇവിടെ മനസ്സ് തുറക്കാനാണ് പറയുന്നത്. ഇവിടെ പലവരും അടഞ്ഞു കിടക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. മനസ്സുകൾ തമ്മിൽ എവിടേക്കോ ചേരാതെ
ചില ആൾക്കാർ കള്ളം പറയുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾ നിങ്ങളുടെ പേഴ്സണോട് കള്ളം പറയുന്നുണ്ടാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് കള്ളം പറയുന്നുണ്ടാകാം. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിട്ടൊക്കെ കാണിക്കുന്നുണ്ട്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം എന്താ പറയാ, നിങ്ങൾ രണ്ടുപേരും തമ്മിൽ മനസ്സ് തുറക്കുന്ന കാര്യത്തിൽ കുറച്ച് പിന്നിലേക്കാണ് എന്നാണ് കാണിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് മനസ്സ് തുറന്നുള്ള ഒരു സംസാരം നിങ്ങൾക്കിടയിൽ വേണം. എന്നാൽ മാത്രമേ ഒരു ഡെലിക്കേറ്റ് ഗ്രേസിലേക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ, അതിൻ്റെതായിട്ടുള്ളൊരു മനോഹാരിതയിലേക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ, അല്ലേ? ഒരു പൂവിനെ നമ്മൾ വെള്ളമൊഴിച്ച് വളമിട്ട് നല്ല രീതിയിൽ നോക്കിയാൽ മാത്രമേ അത് മനോഹരമായിട്ടുള്ള ഒരു പൂവ് നമുക്ക് സമ്മാനിക്കത്തുള്ളൂ, അല്ലേ? നമുക്ക് തരത്തുള്ളൂ. അല്ലാത്ത പക്ഷം അത് നല്ല വെയിലത്തും നല്ല മഴയത്തും ഒക്കെ അത് നശിഞ്ഞു പോകും. എന്ന് പറയുന്നത് പോലെ ഇത് പരിപാലിക്കണം. ഇത് നല്ല രീതിയിൽ പരിപാലിക്കേണ്ടത് ബെറ്റർ കമ്മ്യൂണിക്കേഷനിലൂടെയാണ്, മനസ്സ് തുറന്ന് ഉള്ള സംസാരത്തിലൂടെയാണ് ഏതൊരു ബന്ധവും നമുക്ക് ശക്തിപ്പെടുത്താൻ പറ്റുന്നത്. അത് വെറുതെ കുറെ ഇങ്ങനെ വായി തോന്നിയത് സംസാരിക്കാനല്ല, അത് സത്യസന്ധമായിട്ടുള്ള രീതിയിലുള്ള സംസാരം കൂടി ആയിരിക്കണം എന്നാണ് കാണിക്കുന്നത്. ഇത് പലവർക്കും അറിയാവുന്ന ഒരു ഫെമിലിയർ ആയിട്ടുള്ള ഒരു കണക്ഷൻ ആയിട്ടാണ് കാണിക്കുന്നത്. മേ ബി ബാല്യകാല സുഹൃത്തുക്കളായിരിക്കാം നിങ്ങളുടെ രണ്ടുപേരുടെയും ഫാമിലികൾ തമ്മിൽ അറിയാവുന്ന ആൾക്കാരായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഒരുമിച്ച് ബിസിനസ് ചെയ്യുന്ന ആൾക്കാരായിരിക്കാം, ഒരുമിച്ച് പഠിച്ച ആൾക്കാരായിരിക്കാം, വർഷങ്ങളായിട്ടോ മാസങ്ങളായിട്ടോ ഒക്കെ അറിയാവുന്ന ആൾക്കാരായിരിക്കാം, നിങ്ങളുടെ രണ്ടുപേരുടെയും പാരൻസ് തമ്മിൽ അറിയാവുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഇതൊരു പ്രപ്പോസൽ ആയിട്ട് വന്നിട്ട് ലൈഫിൽ ഏറ്റവും വലിയൊരു ഒരു അച്ചീവ്മെന്റ് ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു കണക്ഷൻ ആയിരിക്കാം. ഇതൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അത് അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ളതാണ്. ആൻഡ് ഓൾസോ ഈ പേഴ്സൺ ഒറ്റയ്ക്കുള്ള ഒരു ജീവിതത്തിലാണ്, ഒറ്റയ്ക്കായപ്പോൾ അല്ലെങ്കിൽ ഏതോ ഒരു നിമിഷത്തിൽ ഈ പേഴ്സൺ ഒറ്റയ്ക്കായപ്പോഴാണ് ഈ വ്യക്തിക്ക് പലതരത്തിലുള്ള ക്ലാരിറ്റി ലഭിക്കാൻ തുടങ്ങിയത് എന്നുള്ളത് യൂണിവേഴ്സ് പറയുന്നുണ്ട്. പലവർക്കും അങ്ങനെയാണ്, ജീവിതത്തിൽ ഒറ്റപ്പെടുമ്പോഴായിരിക്കും വെളിപാടുകൾ ഉണ്ടാകുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ദ മാജിക്കൽ ഗേറ്റ് വേ ആണ് ഇവിടെ. നിങ്ങൾക്കൊരു താക്കോല് കിട്ടും. നിങ്ങളെ ഇപ്പോൾ അലട്ടിക്കൊണ്ടിരിക്കുന്ന പ്രശ്നം എന്താണോ ആ പ്രശ്നത്തെ മറികടക്കാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ഒരു കച്ചിത്തുരുമ്പ് നിങ്ങൾക്ക് കിട്ടും എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. അതിപ്പോൾ എന്തും ആയിക്കോട്ടെ, തെറ്റിദ്ധാരണ ആയിക്കോട്ടെ, തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ. പക്ഷെ നിങ്ങൾക്ക് അതിനെ മറികടക്കാനും അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുവാനും വേണ്ടിയിട്ടുള്ള ആ ഒരു സാധ്യതകൾ അത് നിങ്ങൾക്ക് വരും. അതിനെ ആ പ്രശ്നത്തെ മറികടക്കാനും അതിനെ ആ ഒരു പ്രശ്നം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരു വഴി കിട്ടും എന്നാണ് കാണിക്കുന്നത്. ഇന്ന് ക്ലൂസ് എടുത്തിട്ടില്ല. സോ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സോ പുതിയൊരു വീഡിയോ ഇട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക. സോ ബൈ.